അമരം 4K ദൃശ്യമികവോടെ നവംബർ 7 മുതൽ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലേക്ക്. ശാരികയല്ലേ? അതെ, ആരാ? ഞാൻ ദേവിക ഇവിടെ ഇല്ലേ? ആ, ചേച്ചി അകത്തുണ്ട്, വരൂ. ആ, ദേവികയുടെ അമ്മയല്ലേ? അതെ. എന്റെ ഓഫീസിലായിരുന്നു ദേവിക വർക്ക് ചെയ്തിരുന്നത്. ഞാൻ അരുന്ധതി. ദേവിക കാണാൻ വന്നതാ. ദേവിക എവിടെ ഉണ്ടെന്നറിഞ്ഞു. ഞാൻ കാരണം ദേവിക ചില പ്രയാസങ്ങളുണ്ടായി. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കാ. ദേവിക ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങളുടെ മോളെ ഞങ്ങൾക്കറിയാം മാഡം. ആദ്യം ഒരു ദേഷ്യവും വിഷമൊക്കെ ഉണ്ടായി. പിന്നെ ദേവിക തന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണയില്ല. മതി, അത് കേട്ടപ്പോ തന്നെ സമാധാനായി. മാഡം കയറിയിരിക്കൂ, ഞാൻ ചേച്ചിയെ വിളിക്കാം. സത്യത്തിൽ ദേവിക എന്റെ സ്റ്റാഫല്ല, എന്റെ മോള് തന്നെയാ. ദേവികയെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതം ഇരുട്ട് വീണ് തന്നെ കിടക്കുമായിരുന്നു. വിഷമം മാറ്റി എനിക്ക് പ്രത്യാശയും സന്തോഷമൊക്കെ തന്നത് ദേവികയാ. മേഡത്തിനെ പോലെയുള്ള ഒരാളുടെ വാക്കുകൾ കേൾക്കുമ്പോ സന്തോഷം പറയാൻ പറ്റുന്നില്ല. വരും മാഡം, അകത്തിരിക്കാം. ഒരു മിനിറ്റ്. ചേച്ചി, എന്താടി? ദേ ചേച്ചിയെ കാണാൻ മാഡം വന്നിരിക്കുന്നു. ആര്? അരുന്ധതി മാഡം വന്നിരിക്കുന്നു. ഈശ്വര, അതെന്താ ഇങ്ങോട്ട് വന്നേ? ഇരിക്കണം മാഡം. ഇരിക്കാം. ദേവിക ഇങ്ങ് വരട്ടെ. മാഡം, ഇതെന്താ മാഡം അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനൊരു വരവ്? പ്രതീക്ഷ തന്നിട്ടും വരാതിരുന്നാലും വിഷമാവൂലേ? മാത്രമല്ല, ജീവിതത്തിലെ പല കാര്യങ്ങളും അപ്രതീക്ഷിതമല്ലേ? ദേവിക MLA ആവാൻ പോകുന്നതും അങ്ങനെയല്ലേ? അമ്മേ, ഇത് ആ, ഞങ്ങൾ സംസാരിച്ചു. നിന്റെ മാഡം കുറെ കാര്യങ്ങൾ പറഞ്ഞു. ദേവികയുടെ അമ്മേ, മോളെ ഇനി പിടിച്ചാ കിട്ടില്ല കേട്ടോ. MLA, മന്ത്രി, അങ്ങനെ അങ്ങ് വളരാൻ നിൽക്കല്ലേ? കേട്ടോ മോളെ, ഇനിയിപ്പോ ഇത് നമ്മുടെ മാത്രം ദേവികയല്ല, നാടിന്റെ ദേവികയാ. അല്ല മാഡം, അത് എന്താ രണ്ട് മനസ്സാണോ? എനിക്ക് തോന്നി ദേവിയുടെ ഉള്ളിലൊരു ചാഞ്ചാട്ടം കാണുന്നു. അതുകൂടി പറയാനും ഞാനിപ്പോ വന്നേ. രണ്ട് മനസ്സ് പാടില്ല. പത്രസമ്മേളനത്തിൽ പാർട്ടി ദേവികയെ കൃത്യമായിട്ട് പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഇനി പിറകോട്ട് മാറരുത്. അല്ല മാഡം, ജീവിതം അതല്ലേ പ്രധാനം. ജീവിതമൊക്കെ നന്നായിട്ട് തന്നെ വരും. ഇതിപ്പോ കഴിവ് തെളിയിക്കാൻ ഇങ്ങോട്ട് വന്നൊരവസരോ. ദേവികയെ ഈ സ്ഥാനത്തേക്ക് ശുപാർശ ചെയ്തത് ആരാണെങ്കിലും ദേവികയുടെ കഴിവുകൾ അറിയാവുന്ന ഒരാളാ. അതെ, മാഡം പറഞ്ഞത് ശരിയാ. കുടുംബത്തിൽ പ്രശ്നം ഉണ്ടായത് നന്ദേട്ടൻ ചേച്ചിയെ മനസ്സിലാക്കാത്തതിന്റെ കാരണം കൊണ്ടല്ലേ? അപ്പൊ തന്നെ മനസ്സിലായില്ലേ സ്വന്തം കാലിൽ നിൽക്കേണ്ടതിന്റെ ആവശ്യം. മിടുക്കി. അനിയത്തി പറയുന്നത് കൃത്യമായിട്ടുള്ള കാര്യങ്ങളാ ദേവിക.